ഹലോ ഹലോ. ഓക്കെ, സോ എല്ലാവരും ക്യാമറാസ് ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യാട്ടോ. ആര ഫാത്തിമ, അതേപോലെ അദീന, സംഗീത്, തോമസ്, വൈദ്യ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉള്ള? 9 to 14. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളൂ. എന്നിട്ട് എന്തായി? എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു ഇവിടെ എല്ലാവരുടെയും? ആര് പറയും? ഐശ്വര്യയുടെ എത്ര ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞു? ഓഹോ, എണ്ണം നോക്കാതെയാണോ പഠിച്ചത്? ആ, പിന്നെ ഉം ഏ ഏ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ട്രിഗണോമെട്രി. ഓക്കെ ഓക്കെ. അതിന് എന്നാണ് നോക്കുന്നത്? 27-ാം തീയതി ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വലിയ വലിയ കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് വേറെ ആൾക്കാർ എവിടെ? സംഗീതന് എന്തായി? സംഗീതന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ സംഗീതത്തിന്റെ ഒരു വിവരമില്ല. എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു സംഗീതത്തിന്റെ? പി വൈക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര വർഷത്തെ പി വൈക്ക് കഴിഞ്ഞു നിന്റെ? ഏഹ്, അതും നീ നോക്കിയില്ലേ? അങ്ങനെയാണോ? ഓഹോ ഹോ. നിങ്ങള് വേറെ ഒന്നും നോക്കാതെ നിങ്ങള് എങ്ങനെ റിവൈസ് ചെയ്ത് പോവാണോ? ഈശ്വരാ, ഇന്നത്തെ പിള്ളേർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏഹ്, ഓഹോ. ഓക്കെ ഓക്കെ ഓക്കെ. മെറ്റീരിയൽസ് ആണോ പഠിക്കുന്നത്? നമ്മള് തന്നവിടുന്ന് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് ആണോ പഠിക്കുന്നത്? പഠിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആവട്ടെ. എന്തായാലും ആ ചാപ്റ്ററിന്റെ നെയിം ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ടൈം കളയാനുള്ള ഞാൻ ഇന്ന് നമ്മളെ ചാപ്റ്റർ സ്ട്രേറ്റ് ലൈന്, പിന്നെ ഏത് കോണിക് സെക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമെട്രി, 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്റർ 9. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ? കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് നമ്മൾ തറവായിട്ട് പഠിക്കുക. അതായത് ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആണെങ്കിലും അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ആദ്യം പഠിച്ചു നോക്കി. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻസ് ഓൾറെഡി നമ്മൾ റിവിഷനിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോവാം ഫസ്റ്റ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ് നോക്കാം. A straight line which makes an angle 45 degree with the positive direction of the x-axis, then passing through the point 1,2 എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യാണ്. അറ്റ് ദി സെയിം ടൈം അതിന്റെ ആംഗിൾ എത്രയാ പറയുന്നത്? 45 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ തരാണ് അല്ലെ? തീറ്റ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് ആ ചാപ്റ്ററിലോട്ട് വേണ്ടത്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ട്രേറ്റ് ലൈൻ നമ്മുടെ റിവിഷൻ പോയപ്പോഴൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക അല്ലെ? ദെൻ ഇക്വേഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സ്ട്രേറ്റ് ലൈനിന്റെ ഓരോ പോയിന്റും നമ്മൾ മുൻപത്തെ ചാപ്റ്ററിലെ പോലെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും മേ ബി സ്ട്രേറ്റ് ലൈൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് അല്ലെ? ആ പറയുന്ന ആ കണ്ടന്റ് എന്താണെന്ന് നോക്കാം അല്ലെ? എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു എന്താണ് ആൻസറിലോട്ട് കിടക്കേണ്ടത് അല്ലെ? ആദ്യം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ ലിമിറ്റ്സ് മേക്ക് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ദാറ്റ് മീൻസ് തീറ്റ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ് അല്ലെ? ഇത് പോസ്റ്റ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു 2D പ്ലെയിൻ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്താണ് പോസ്റ്റ് ഡയറക്ഷൻ ഓഫ് ദി എക്സ് ആക്സിൽ ഇങ്ങനെ 45 ഡിഗ്രി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ എന്താ എക്സ് ആക്സിൽ
ഇൻക്ലൈൻ ചെയ്യുന്ന ആ ലൈനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇവിടെ തീറ്റ കിട്ടി. പിന്നെന്താ, വിച്ച് പാസിംഗ് ത്രൂ ദി പോയിന്റ് 1,2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ് ഇയാള് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ? ആരാ പറയുന്നത്? ആര് പറയാം? ആ, ശിവാനി ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ഡിറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ആ, യെസ് യെസ്, തീറ്റ അല്ലെ. എം ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റയാണ്. എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ദാറ്റ് മീൻസ് ടാൻ 45 ഡിഗ്രി. എത്രയാണ് ടാൻ 45 ഡിഗ്രി? എത്രയാ? 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി സ്ട്രേറ്റ് ലൈൻ അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എന്തൊക്കെ ഡാറ്റ തന്നെ? ഒരു പോയിന്റും തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യണ്ടേ? ആ, സ്ലോപ്പ് പോയിന്റ്, ഐ മീൻ ഒരു സ്ലോപ്പ് ഒരു പോയിന്റും ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ സ്ലോപ്പ് പോയിന്റ് ഫോം എന്താ? y മൈനസ്, പറഞ്ഞോ, ഏതെങ്കിലും ഇപ്പൊ വാട്ട പറയും x1 y1 y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x0. ഓക്കെ, അപ്പോ എക്സും വൈ നമുക്ക് അറിയില്ല. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരു എക്സും വൈയും വേണം. വേരിയബിൾ അവിടെ വേണ്ടേ അല്ലെ, ഇക്വേഷനിൽ ഫോം ചെയ്യണ്ടേ അല്ലെ. അപ്പൊ നമ്മൾ എക്സും വൈ തന്നെ എടുത്തു. ഗിവൺ പോയിന്റ് ഏതാ? 1,2 ആയിട്ട് എടുത്തു. എം എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ച 1 ആയിട്ട്. നമുക്ക് ഇതാ y മൈനസ് y0 ഈസ് ഇക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x0 അല്ലെ. സോ നമുക്ക് y മൈനസ് 2 ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് 1. ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്തത് എക്സ് മൈനസ് y മൈനസ് 2 അങ്ങോട്ട് പോയപ്പോ +2 ആയി. ദാറ്റ് മീൻസ് +1 ഈക്വൽ ടു 0 അല്ലെ. ഇതല്ലേ കിട്ടിയ? നോക്കി, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ഇത് ക്ലിയർ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ആൻസറിലോട്ട് അപ്രോച്ച് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? എവിടെയാണ് ഫാത്തിമ? എക്സ് മൈനസ് വൈ പ്ലസ് 2. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാന്ന് ഫിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ എക്സ് പോസിറ്റീവ് ആയിട്ടൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റിലോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൈ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? പ്ലസ് വൈ, ലെഫ്റ്റിലുള്ള പ്ലസ് വൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൈറ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വൈ ആവും അല്ലെ. ഇനി നെഗറ്റീവ് 1 ഓൾറെഡി ഏത് ഭാഗത്തുണ്ട്? റൈറ്റ് സൈഡിലുണ്ട്. ഇനി ലെഫ്റ്റിലുള്ള -2 റൈറ്റിലോട്ട് പോകുന്നു. അപ്പൊ എന്തായി? +2 ആയി. -1 +2 എന്താ വരാ? 1. ഓക്കെ, 1 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദേവപ്രിയ പറയാ സ്കൂളിൽ നിന്ന് പറഞ്ഞു എക്സാം ടഫ് ആയിരിക്കും. നല്ലൊരു ടീച്ചർ, അതാ ഫുൾ മോട്ടിവേഷൻ ഉള്ള ഈശ്വര. എവിടെ ദേവപ്രിയയുടെ സ്കൂളിൽ ഇതൊക്കെയാണ് പറഞ്ഞത്? ടഫ് എന്ന് വെച്ചാൽ പേടിപ്പിക്കണോ അതോ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം, അലേർട്ട് ആയിട്ടിരിക്കണം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ടഫ് ആയിരിക്കും ഓൾറെഡി പറഞ്ഞു. ഓഹോ, എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ അല്ലെ. ഓക്കെ, അത് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. ക്രിസ്മസ് എക്സാമിനാണെങ്കിലും നിങ്ങൾ പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിറക്റ്റ് എല്ലാം പെട്ടെന്ന് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല തരുന്നത്, ഈ പറഞ്ഞ ക്രിസ്മസിനാണെങ്കിലും മോഡൽ എക്സാമിനാണെങ്കിലും. അപ്പോൾ നമ്മൾ എന്താണ്, PYQs മാത്രം നോക്കി പോകരുത്. അതുകൊണ്ട് അതാണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ പറഞ്ഞ
റോട്രിക്സ്, വാട്ട് ഈസ് ദിസ് മാൻ? ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു മാത്സിൽ ബോയ്സ് എല്ലാവരും തോക്കും. ഞങ്ങളുടെ ടഫ് അല്ലെങ്കിൽ ഈസി ആക്കും എന്നാ പറഞ്ഞത്. നമ്മൾ നോക്കണ്ട പഠിപ്പിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ അത് എന്തേലും ഒരു കാര്യം ചെയ്യും, എടുത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് പൊക്കോളൂ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 3,-5 ഫ്രം ദി ലൈൻ. അല്ലെ, ഒരു പോയിന്റിൽ നിന്ന് ഒരു ഫിക്സ്ഡ് ലൈനിലേക്കുള്ള ഒരു ദൂരമാണ് അല്ലെ. എന്താണ് ഇക്വേഷൻ? ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ എങ്ങനെയായിരിക്കും? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എങ്കിൽ, ഗിവൺ പോയിന്റ് x1 y1 എന്നാണെങ്കിൽ നമ്മൾ എന്താണ് ഇക്വേഷൻ? എന്താ മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അല്ലെ. ഇക്വേഷൻ പഠിക്കാതെ നമുക്ക് ഒരു വഴിയില്ല. അപ്പൊ ഇക്വേഷൻ നമ്മൾ എന്തായാലും പഠിക്കണം കേട്ടോ. സോ നമുക്ക് ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതാം. ഈ ഒരു ഫോർമാറ്റിലല്ലേ നോക്കാം അല്ലെ. സോ 3x മൈനസ് 4y മൈനസ് 26 ഈക്വൽ ടു 0. പിന്നെന്താ, പിന്നെന്ത് ഡേറ്റയുള്ള ഗിവൺ പോയിന്റ് അല്ലെ, x0 y0 അല്ലെങ്കിൽ x1 y1 അത് നമുക്ക് തന്നിട്ട് 3,-5 അല്ലെ. പിന്നെന്താ അറിയണ്ടേ? ഇക്വേഷൻ d ഇസ് ഈക്വൽ ടു, ഡി ഇക്വേഷൻ എന്താ? ഇവിടെ x1 y1 എങ്ങനെയും വേണമെങ്കിൽ വിളിക്കുക. നിങ്ങൾ എന്താണോ നെയിം ചെയ്തിരിക്കുന്നത് അത് നോക്കുക. ax0 പ്ലസ് by0 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അല്ലെ. അപ്പോ ക്യാപിറ്റൽ എ, ഈ രണ്ട് ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാല് 3 ആണ്, ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ -4 ആണ്, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ -26 ആണ് അല്ലെ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a ഇൻറ്റു x1 x0 which is 3, ax0 plus b is -4, y0 is -5 plus c is -26 all divided by a square plus b square. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് അല്ല, അതുകൊണ്ട് മോഡുലസ് ഇടാൻ വിട്ട് പോരുത്. മേ ബി ന്യൂമറേറ്ററിൽ നെഗറ്റീവ് ഒക്കെ വരാം. ക്ലിയർ? 9 20 26 താഴെ എന്ത് വന്നു? 9 plus 16 3/5 റൂട്ട് 25 ഈസ് 5, 3/5 യൂണിറ്റ്സ് എന്ന് കിട്ടും. കിട്ടിയോ? കിട്ടി. ഓക്കെ, next question. Find the equation of the line passing through the point 0,3 and which is perpendicular to the line x minus 2y plus 5 is equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഇക്വേഷൻ ആണ് ഫോം ചെയ്യേണ്ടത്. എന്തൊക്കെ ഡേറ്റാസ് തന്നിരിക്കുന്നത്? പാസിംഗ് ത്രൂ ദി പോയിന്റ്, ഇത് 0,3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ അല്ലെ. അപ്പൊ എന്താണ്, അവിടെ വേറൊരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒരു ലൈൻ x മൈനസ് 2y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. പാസിംഗ് ത്രൂ ദി പോയിന്റ് 0,3 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം ഇവിടെ? സ്ലോപ്പ് വേണം. ഒരു ഗിവൺ ലൈൻ ഇക്വേഷൻ x മൈനസ് 2y പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലൈൻ തരികയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. എന്താ? y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഫോർമാറ്റിലാക്കിയാൽ നമുക്ക് m ആണ് അതിന്റെ സ്ലോപ്പ് എന്നറിയാം. സോ ഈ പറയുന്ന x മൈനസ് 2y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? y ഈക്വൽ ടു എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് എഴുതാൻ പോവാണ്. അതായത് ചെയ്യാൻ പോവാണ്, അപ്പുറത്തോട്ട് എടുക്കാണ്. 2y ഈക്വൽ ടു x പ്ലസ് 5, y ഈക്വൽ ടു നോക്കാം
y ഈക്വൽ ടു എം എക്സ് വൈ ഈക്വൽ ടു ആക്കി എഴുതുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ y is equal to 1/2 x plus 5/2 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് m is equal to സ്ലോപ്പ് is equal to എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സ്ലോപ്പ് ഈസ് 1/2. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ, ഈ x മൈനസ് 2y പ്ലസ് 5 ഈക്വൽ 0 എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഓൾറെഡി കിട്ടി. അതിന്റെ സ്ലോപ്പ് 1/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യണ്ടേ? ഓക്കെ, എന്താ നമുക്കറിയാം. ഇയാൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? M2 എന്ന് വിളിക്കാൻ പോവാണ്. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനിനെ M1 ആണെങ്കിൽ M1 ഇൻറ്റു M2 ഇസ് ഈക്വൽ ടു എന്താ? -1 ആണ് അല്ലെ? M2 എന്ന് പറഞ്ഞാല് ഈ x മൈനസ് 2y പ്ലസ് 5 ഈക്വൽ 0 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, മറ്റൊരു ലൈൻ എന്ന് പറയുന്ന M1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് -1 ആണ്. സോ പ്രൊഡക്റ്റ് -1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? M2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. M1 ഈസ് ഈക്വൽ ടു -1/M2 അല്ലെ? ദാറ്റ് മീൻസ് -1/1/2 ദാറ്റ് ഈസ് -2 അല്ലെ? M1 എനിക്ക് എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. -2 എന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്ലോപ്പ് പോയിന്റ് ഫോം പ്രകാരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. x1 y1 ഈസ് ഈക്വൽ ടു x1 y1 അല്ലെങ്കിൽ x1 y0 എന്താണത്? ഓക്കെ, അത് 0,3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. y മൈനസ് 3 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് 0. y minus 3 equal to -2x -0. സോ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 2x plus y minus 3 equal to 0. 2x plus y minus 3 is equal to 0. ക്ലിയർ? കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The equation of the line L that cuts off equal intercept on the coordinates axis and passes through the point 2,3. നോക്കി, അറ്റ് ദി സെയിം ടൈം എന്ത് ചെയ്യാണ്? ഒരേ സമയം ഇന്റർസെപ്റ്റ് ചെയ്യാണ് രണ്ട് ആക്സിസിനെയും, എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും സെയിം ടൈം എന്ത് ചെയ്യാണ്? ഇന്റർസെപ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം അറിയാം ഓൾറെഡി. x/a പ്ലസ് y/b is equal to 1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? അവിടെ എന്താ? ഇവിടെ രണ്ടും ഈക്വൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് അറിയാം എന്താ? x/a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് വിചാരിക്കാം അല്ലെ? ഇതാണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്, ഇതാണ് എന്റെ y ഇന്റർസെപ്റ്റ്. ഇക്വേഷൻ എന്താ? x/a പ്ലസ് y/b is equal to 1. ക്ലിയർ? എങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈക്വൽ ഇന്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എയും ബിയും ഈക്വൽ ആണെന്ന്. സപ്പോസ് a is equal to b equal to a. സോ നമുക്ക് ഇയാൾ എങ്ങനെ എഴുതാം? x/a പ്ലസ് y/a equal to 1. x plus y/a is equal to 1. That means x plus y equal to a. Equal intercept അല്ലെ? ഇനി ഈക്വൽ ഇന്റർസെപ്റ്റ് a which is passing through the point 2,3. That means x and y are 2, 3 respectively അല്ലെ? x, y 2, 3 respectively. That means 2 plus 3 is equal to a. a equal to 5 എന്ന് കിട്ടി. ക്ലിയർ? a is equal to 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ would be x plus y is equal to 5. Equation of the line എന്തായി? x plus y is equal to 5. x plus y is equal to 5. ക്ലിയർ ആയോ? ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് -3,2 ഫ്രം ദി ലൈൻ L. അറിയാലോ, നേരത്തെ d കണ്ടുപിടിച്ചത് അറിയാലോ. എന്താ? ax plus by plus c equal to 0 എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച x plus y is equal to 5 അല്ലെ?
അതും ഈ പറയുന്ന -3,2 എന്ന് പറയുന്ന പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ എന്താണ് √a² പ്ലസ് b² എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് ക്ലിയർ ആയോ? അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചോദിച്ചേ, പറഞ്ഞേ. സെക്കൻഡ് ബി പാർട്ട്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് -3,2 ഫ്രം ദി ലൈൻ L. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ ആണ്. കമന്റ് ചെയ്ത്, നിങ്ങൾ വേഗം കമന്റ് ചെയ്ത്, നിങ്ങളുടെ റെസ്പോണ്ട് ഭയങ്കര ലേറ്റ് ആണ്. കിട്ടി. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ലൈൻ cutting off intercept -3 from the y-axis and the tangent at the angle to the x-axis is 3/5, then its equation എന്ന് പറയുന്നത് എന്താ? നോക്കാം. എ ലൈൻ കട്ടിംഗ് ഓഫ് ദി ഇന്റർസെപ്റ്റ് -3 from the y-axis and the tangent at angle to the x-axis is 3/5. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വളരെ ഈസിയാണ്. നോക്കാം. ഇനി ഇവിടെ നമുക്ക് ഡിറക്റ്റ്, ഐ മീൻ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണാത്ത രീതിയിൽ തന്നിരിക്കുന്ന ഒരു ഡാറ്റയാണ് എന്ത്, ടാൻജന്റ് അറ്റ് ആംഗിൾ ടു ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ഒരു സെന്റൻസിന്റെ മീനിങ് എന്താ? ടാൻജന്റ് അറ്റ് ആംഗിൾ ടു ദി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 3/5 ആണ്. എന്താ അവര് കവി എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ്സ് വെരി ഈസി. കിട്ടുന്നില്ല? ഭാനുമതി എന്താണ്, എന്താ ആ ഒരു സെന്റൻസിന്റെ മീനിങ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, എ ലൈൻ കട്ടിംഗ് ഓഫ് ഇന്റർസെപ്റ്റ്, ഒരു y ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് -3 ആൻഡ് ടാൻജന്റ് അറ്റ് ആംഗിൾ ടു ദി എക്സ് ആക്സിസ് ഈസ് 3/5 എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ടാൻജന്റ്? സ്ലോപ്പും ടാൻജന്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ടാൻജന്റ് അറ്റ് ആൻ ആംഗിൾ ടു ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ അല്ലേ? ആ, എം ഈസ് ഈക്വൽ ടു അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ടാൻ തീറ്റ സ്ലോപ്പ് ആണ് അല്ലേ? എം ഈക്വൽ ടു 3/5. കണ്ടോ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എം ഈസ് ഈക്വൽ ടു 3/5 അല്ലെ? ഇനി എന്ത് കാര്യം തന്നിരിക്കുന്നത്? y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. y ഇന്റർസെപ്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? ഓക്കെ, y ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വൈനെ കട്ട് ചെയ്യുന്നത് അല്ലെ? ഏതാ, ഏത് പോയിന്റിലാ? -3 എന്ന് പറയുന്ന പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. -3 ഇപ്പൊ എങ്ങനെയാന്ന് വിചാരിച്ചു. വൈനെ കട്ട് ചെയ്യുന്നത് -3 എന്ന് പറയുന്ന പോയിന്റിലാണ്. എന്താ? 0,-3. ഓക്കെ, പിന്നെന്താ? ഈ രണ്ട് കാര്യങ്ങൾ പോരെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, എന്താ ഇപ്പോ? y equal to mx plus c. That means y equal to m into x. c എന്താ അവിടെ? -3.
ഇക്വേഷൻ ഫോം ചെയ്ത് ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. സോ നമുക്ക് y is equal to 3x/5 minus 3 അല്ലേ. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. y equal to 3x minus 15 divided by 5 5y equal to 3x minus 15. സോ എന്ത് വന്നു? 5y minus 3x plus 15 equal to 0 അല്ലേ. 5y ഓക്കെ. അപ്പൊ ഏത് ഓപ്ഷനാ വരാം? ഓപ്ഷൻ സി അല്ലേ. ക്ലിയർ ആയോ? അപ്പൊ ഇവര് എന്ത് ഡാറ്റ പറഞ്ഞിട്ടുണ്ട്? ടാൻ തീറ്റ മീൻ സ്ലോപ്പ് ഇവര് എന്താണ് വളരെ ട്രിക്കി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. എം 3/5 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? y = mx plus c യിലെ y ഇന്റർസെപ്റ്റ് ആണ് c എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ രണ്ട് ഡാറ്റ അറിയാമെങ്കിൽ y = mx plus c എന്ന് പറയുന്ന ലൈൻ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റാസ് വെച്ച് എന്ത് ചെയ്യാം? ആദ്യം ഗിവൺ ഡാറ്റ എന്താണെന്ന് സൂക്ഷിച്ചു നോക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഒരുപാട് ഇക്വേഷൻസ് ഒന്നും ഇല്ല അല്ലെ. സ്ട്രേറ്റ് ലൈൻ അത്രയ്ക്കും നമ്മുടെ ട്രിഗണോമെട്രി പറയുന്ന പോലെ ഒരു ലോഡ് ഇക്വേഷൻസ് ഒന്നും ഇല്ല. കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോകുന്ന ഏരിയയിലെ ഇക്വേഷൻസ് മാത്രം ഇവിടെ ആലോചിച്ചാൽ മതി. വേറെ കാര്യങ്ങൾ ഇവിടെ ആലോചിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിക്കാം, അപ്ലൈ ചെയ്യും. ക്ലിയർ? ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ find the equation of the perpendicular bisector of the line joining the points 0, 0 and then 83, 4. ഇത് നോക്കി. ഓക്കെ, ഇവിടെ അഗൈൻ എന്താണ് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ് 0, 0 ആൻഡ് -3, 4 അല്ലെ. അപ്പൊ ഗിവൺ ഡേറ്റാസ് എന്താണെന്ന് നോക്കണം അല്ലെ. സപ്പോസ് രണ്ട് പോയിന്റുകളാണ് 0, 0 -3, 4 എങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു രണ്ട് ലൈൻ പോയിന്റുകൾ എ ബി 0, 0യും -3, 4 ആയിരിക്കും. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ മിഡ് പോയിന്റ് അല്ലെ. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? x1 + x2/2 മിഡ് പോയിന്റ് എന്താ? x1 + x2/2 y1 + y2/2 ഇതാണ് മിഡ് പോയിന്റ് അല്ലെ. അപ്പൊ രണ്ട് പോയിന്റുകൾ 0 + -3/2 0 + 4/2 എന്ത് കിട്ടി? -3/2 2 നമ്മുടെ മിഡ് പോയിന്റുകൾ. ഈ മിഡ് പോയിന്റുകൾ കിട്ടി. പിന്നെ എന്ത് ചെയ്യണ്ടേ? ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലെ. രണ്ട് പോയിന്റുകൾ തരികയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാം എന്താ? y2 - y1/x2 - x1. y2 എന്താണ്? 4 - 0/-3 - 0. അപ്പൊ നമുക്ക് -4/3 എന്ത് കിട്ടി? സ്ലോപ്പും കിട്ടി. പിന്നെ എന്താ ചെയ്യണ്ടേ? ഏത് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ അല്ലെ സ്ലോപ്പ്. ഈ സ്ലോപ്പിനെ m1 എന്ന് വിളിക്കുകയാണെങ്കിൽ m2 എന്ന് പറയുന്നത് എന്താ? -1/-4/3 which is 3/4. സ്ലോപ്പ് കിട്ടി അല്ലെ. 3/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പോയിന്റും ഒരു സ്ലോപ്പും ഒരു പോയിന്റും കിട്ടുകയാണെങ്കിൽ എന്തായി? നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് ദാറ്റ് പെർപെൻഡിക്കുലർ ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ?
വൈഗ ക്ലിയർ ആയോ? ദീപു, സെൽവകുമാർ, ചിന്മയ ക്ലിയർ ആയോ? അഭിനവ് ക്ലിയർ ആയി അല്ലെ? ഇവിടെ ഏത് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഓൾറെഡി എ ബി എന്ന് പറയുന്ന ലൈനിന്റെ അല്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നു. ആ പോയിന്റ് കണക്ട് ചെയ്ത് നമുക്ക് ആ പോയിന്റ് മീൻ ഈ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കണമല്ലോ, പോയിന്റ്സ് ലോ ഫോം യൂസ് ചെയ്യണമെങ്കിൽ. അപ്പൊ ആ പോയിന്റ് എന്ത് ചെയ്തു? നമ്മൾ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് വെച്ചിട്ട് ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു M1 M2 ഈക്വൽ ടു -1 ആണ്. അത് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചു. ദെൻ ഫൈനലി പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ക്ലിയർ? അപ്പൊ ഇങ്ങനത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ഇക്വേഷൻ ഫോം ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഒരു മെജോറിറ്റി അത് ചോദിക്കാറ്. പിന്നെ ലാസ്റ്റ് ഏരിയയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഇന്റർസെപ്റ്റ് പറയുന്ന കേസുകൾ, അങ്ങനത്തെ കോമൺ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇക്വേഷൻസ് ചോദിക്കാറ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ ഡാറ്റാസ് നിങ്ങൾ നല്ലപോലെ നോക്കുക, എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോയാലോ? ഈ ചാപ്റ്റർ ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഏരിയാസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ? പറയൂ, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് കോണിക് സെക്ഷൻ അല്ലെ. ചോദിക്കട്ടെ, കോണിക് സെക്ഷന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും? പാരാബോള, എലിപ്സ്, ഹൈപ്പർബോള, സർക്കിൾ അത് കവർ ചെയ്ത് കഴിഞ്ഞോ? എന്തൊക്കെയായിരുന്നു പറയുന്നില്ല, കവർ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. ഓക്കെ ഓക്കെ. ആ, ദേവപ്രിയ കഴിഞ്ഞു പറയുന്നു. ദേവപ്രിയോട് ചോദ്യം കഴിഞ്ഞോ? കുറച്ചുകൂടി ഉണ്ട് അല്ലേ? എനിക്ക് തോന്നി. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഒരു കുഴപ്പമില്ലായും കുറച്ചുകൂടി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും? എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, പിന്നെ കുറച്ചുകൂടി. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങളോട് ഞാൻ കിടക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇപ്പൊ നോർമൽ ചെയ്യുന്ന പോലെ ഫൈൻഡ് ദി ലെങ്ത് മേജർ ആൻഡ് മൈനർ ആക്സിസ്, കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടിസസ്, കോർഡിനേറ്റ് ഓഫ് ദി ഫോസൈ, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ദി എലിപ്സ്. ഓക്കെ, ഒരു എലിപ്സിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3x² + 2y² - = 18 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം എന്ത് ചെയ്യണം? 3x² + 2y² = 18 അല്ലെ? ഇതിന് എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഫോർമാറ്റിലോട്ട് ആക്കാം അല്ലെ? എന്താ ചെയ്യേണ്ടത്? ഇതിന് 3യുടെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. എല്ലാവരെയും 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഡിവൈഡ് ചെയ്യാൻ മീൻസ് അന്നേരമാണ് എന്ത് ചെയ്യുക? അവിടെ 1 ആവും. ഓക്കെ,
സോ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ 6 y സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ഓൾവേസ് ഒരു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ ഷുഡ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആയിരിക്കണം അല്ലെ. നോർമൽ എലിപ്സ് ആണിത്, ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ഉം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം കിട്ടി. ഇനി എന്താ ബാക്കി ആൾക്കാർ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞാൽ √6ഉം ബി എന്ന് പറഞ്ഞാൽ 3ഉം കിട്ടും. നമുക്കറിയാം 6നെ ഡയറക്റ്റ് റൂട്ട് ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? √6 തന്നെ എഴുതാം അല്ലെ. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുക. അതിനെന്താ അറിയണം? ഇത് തന്നെ മേജർ ആക്സിസിന്റെ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്, length of major axis is 2a, so 2√6. Length of minor axis, that is 2b. 2 into b is 3, which is 6. ഇനി എന്ത് വേണം? അടുത്ത ആൾ കണ്ടുപിടിക്കാം. ഫോഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ഒബ്വിയസ് ആയിട്ട് എന്ത് വേണം? സി വേണം. സി കണ്ടുപിടിക്കാനുള്ള റിലേഷൻ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. ഇതാണ് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു 6 മൈനസ് 9, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. Nine minus 6. ഓക്കെ, ബി സ്ക്വയർ. 1 സെക്കൻഡ്, ഞാനിവിടെ ബി സ്ക്വയർ ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ബി സ്ക്വയർ ആണ് 6 ഇപ്പൊ ഞാൻ എ ബി അങ്ങനെ എഴുതിയിരിക്കുന്നത്. ബി എ. ഓക്കെ വെർട്ടിക്കലാണ്. സെക്കൻഡ്. അപ്പോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് 9 മൈനസ് 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു 3 ആണെങ്കിൽ സി ഈസ് √3. സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? √3 എന്ന് കിട്ടി. ക്ലിയർ. ഇനി എന്ത് കണ്ടുപിടിക്കണ്ടേ? ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഫോഴ്സ് എന്ത് വന്നു? ഫോഴ്സ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സി. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സി, ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് √3. 0 പ്ലസ് ഓർ മൈനസ് √3. ഇനി എന്ത് ഡേറ്റ വേണ്ടേ? എസെൻട്രിസിറ്റി അല്ലെ. എസെൻട്രിസിറ്റി വേണം, ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം വേണം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു സി ബൈ എ, ദാറ്റ് ഈസ് √3 ബൈ എ is 3. ഓക്കെ. ഇനി വേണമെങ്കിൽ വേണ്ട, ഇങ്ങനെ എഴുതിയാൽ. പിന്നെന്താ? എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം. Length of the lattice rectum, which is 2b square by a. ഇതാണ് 2b square by a. 2 into b square is √6 by a. ഓക്കെ. സോ നമുക്ക് 2√6 by 3 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ടു ബി സ്ക്വയർ ബൈ എ 6
4 വരും 4. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിലെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2fx പ്ലസ് 2gy is equal to എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് അത് വെച്ച് വേണമെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, ഇത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ഇക്വേഷൻ നോക്കാം. 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഡിറക്റ്റ് ആ ഒരു ഫോർമാറ്റ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട വരും? കുറച്ച് ഇയാളെ അറേഞ്ച് ചെയ്യേണ്ട വരും. അപ്പൊ ആ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. ആദ്യം നമുക്ക് ഇയാൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഓൾവേസ് എന്തായിരിക്കണം? നമുക്ക് 1. എക്സിന്റെയും വൈയുടെയും എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോയിഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ 2x സ്ക്വയർ എന്നും 2y സ്ക്വയർ എന്നാണ് എടുക്കുന്നത് അല്ലെ. അത് റിമൂവ് ആക്കാൻ അത് കളയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എൻറ്റയർ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മറ്റേ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എന്താണ് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുന്നത്. ക്ലിയർ ആയോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് x/2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേമുകളൊക്കെ ഇങ്ങനെ എഴുതാൻ പോവാണ്. കാരണം നമുക്ക് ഒരു ആവശ്യമുണ്ട്. ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ എഴുതിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ നിന്ന് എച്ചും കെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇങ്ങനെ ആക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എച്ച് കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതേപോലെ ആറും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ? എക്സ് സ്ക്വയർ മൈനസ് x/2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് മൈനസ് സംതിങ് ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് നോക്കുക. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് x/2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറയാണ് കംപ്ലീറ്റ് ദി സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം, എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ? അവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ? -1/2 ആണ് അല്ലെ. എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എന്താ? -1/2 ആണ്. അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/4 കിട്ടും അല്ലെ. അതിനെ സ്ക്വയർ ചെയ്യാം 1/16. ശ്രദ്ധിക്കുക, ഓക്കെ. അപ്പൊ നമുക്ക് 1/16 കിട്ടും. ഈ 1/16 എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്യാം, അതേപോലെ സബ്ട്രാക്ട് ചെയ്യും. സോ ഇവിടെ സൈഡിൽ എഴുതി വെക്കുക. ഞാൻ ഈ ബോക്സിൽ എഴുതുന്നത് എഴുതി വെക്കുക. 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതായത് 1/2 ഇൻറ്റു ഓൾറെഡി 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സും ഇവിടെ എന്താണ്? 1/2 ആണ്. സോ 1/2 ഇൻറ്റു 1/2. പിന്നെ നെഗറ്റീവ് എടുക്കണോ എന്ന് മൈൻഡ് ചെയ്യേണ്ട, കാരണം ഹോൾ സ്ക്വയർ ചെയ്താൽ ഓൾവേസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് എടുത്താലും പോസിറ്റീവ് എടുത്താലും, അതുകൊണ്ട് നെഗറ്റീവിന്റെ കാര്യം മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/4 ഹോൾ സ്ക്വയർ, അതായത് 1/16. ഈ 1/16 ഇവിടെ ആഡ് ചെയ്യുക,
ആൻഡ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ എടുക്കാണ്, അപ്പൊ എന്ത് ചെയ്യുന്നു, പ്ലസ് ഒരു സാധനം എടുത്തു മൈനസ്, അപ്പൊ ന്യൂട്രൽ ആയല്ലോ. പക്ഷെ നമുക്ക് വേറൊരു ആവശ്യം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് എന്ത് ഫോർമാറ്റാ, എക്സ് പ്ലസ് 1/4 അല്ലെ, എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ ആണ്. എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ ആണ്. ഞാൻ ചെയ്ത് വെക്കോ, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/4 പ്ലസ് 1/4 ഹോൾ സ്ക്വയർ ആണ് ഈ കാണിക്കുന്നത്. എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ. കണ്ടോ കണ്ടോ, മനസ്സിലായോ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അടുത്ത വർഷം എവിടെ പഠിക്കും? ഇന്റഗ്രേഷനിൽ പഠിക്കും. അത് ഞങ്ങൾ പറയാമെന്ന് പറയണോ? അടുത്ത വർഷത്തേക്കാണ്, പറയണോ പറയണോ? പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് വേണം. സോ എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആളെ കിട്ടി. ഇനി എന്താ, ഇത് കിട്ടി, നമുക്കത് മതി. പിന്നെന്താ, വൈ സ്ക്വയറിനെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ വൈ സ്ക്വയർ മാത്രമേ ഉള്ളൂ, വൈ എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ല. അതുകൊണ്ട് അത് സേഫ് ആണ്. സോ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ്സ് ഇയാൾ ഇങ്ങോട്ട് പോയി, അപ്പൊ എന്ത് 1/16. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 95% ഇതിലോട്ടായി. 95% ഇതിലോട്ടായി. എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/4 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് എച്ച് ഈസ് എന്താ, 1/4, കെ ഈസ് 0, ആർ ഈസ് 1/4. ഇങ്ങനെയുണ്ട്, കഴിഞ്ഞു അല്ലെ? അപ്പൊ എന്തായി, സെന്ററും റേഡിയസും കിട്ടി. വേറെ ഇതിന് കുറെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു സാധനം പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ എക്സിന്റെ ടേം ഉണ്ട്, നമുക്ക് ഇതിനെ എന്തിലോട്ട് ആക്കണം, എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഹോൾ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ എന്ന് ആക്കണം. എന്നാലാണ് നമുക്ക് എച്ച് കെ കിട്ടുള്ളൂ, സെന്റർ കിട്ടുള്ളൂ, അതേപോലെ റേഡിയസ് ആർ കിട്ടുള്ളൂ അല്ലെ? അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ചെയ്യുന്നു. അത് ചെയ്താലുള്ള ഗുണം എന്താ, നമുക്ക് എന്താ കണ്ടാ, ഈ ഒരു സാധനം കിട്ടണം, എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോ ആ കിട്ടുന്ന ആളെ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക. ആ പ്ലസ് ചെയ്യുന്ന ആള് ഇതിന്റെ കൂടെ ചേർക്കുക. അതെന്തുകൊണ്ടാണ് പ്ലസ് ചെയ്യുന്ന ആളെ ചേർക്കുന്നത്, അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്താലും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്താലും എന്താ, പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. കേട്ടോ, പ്ലസ് സാധനം ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പ്ലസ് 1/6 കൂടെ ഒരുമിച്ച് എഴുതി. അപ്പോ ഇതൊരു വീട്ടിലെ ആൾക്കാരാണ്. അപ്പൊ അത് എക്സ് മൈനസ് 1/4 ഹോൾ സ്ക്വയർ. ഇനി എക്സ് മൈനസ് 1/4 ആണോ എക്സ് പ്ലസ് 1/4 ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് സൈൻ നോക്കിയാൽ മതി. മൈനസ് 2ab ആണോ പ്ലസ് 2ab ആണോ എന്ന് അറിയാനായിട്ട് അല്ലേ, സിമ്പിൾ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള ഹാവിംഗ് ദി ഫോസൈ 0, പ്ലസ് ഓർ മൈനസ് 13 ആൻഡ് ദി കോൺജുഗേറ്റ് ആക്സിസ് ഓഫ് ദി ലെങ്ത് 24. നോക്കുക, അപ്പോ ഹൈപ്പർബോളയാണ്. അപ്പൊ ഏത് വേണമെങ്കിലും ചോദിക്കട്ടെ എക്സാമിന്. എന്താണ്, പരാബോള തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഹൈപ്പർബോള ആവാം, എലിപ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. 2 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. 4 കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ചോദിക്കും. അപ്പോ ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് ഇതിൽ ബാക്കി എന്തൊക്കെ ഡേറ്റ തന്നിട്ടുള്ളത്, പോസ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? ഇത് ഞാൻ മാറ്റട്ടെ. റുമൈസ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഓ ഹോ ഹോ, എന്നിട്ട് സ്വപ്നത്തിലാണോ, പഠിച്ചുറങ്ങിയതാണോ? ഇന്നലെ ഒരു പോള കണ്ണടിച്ചിട്ടില്ല, അങ്ങനെയാണോ? സോ അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് that is 0 plus or minus c, അതാണ് 0 plus or minus 13. ഇനി കോൺജുഗേറ്റ് ആക്സിസ് ഓഫ് ദി ലെങ്ത് 24 എന്ന് വെച്ചാൽ എന്താ, കോൺജുഗേറ്റ് ആക്സിസ് എന്താ, 2b അല്ലേ?
2b is 24. അങ്ങനെയാണെങ്കിൽ b is 12. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഈ 0, പ്ലസ് ഓർ മൈനസ് 13 കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് ഫോർമാറ്റാ, ഏത് കൈൻഡ് ഓഫ് ഹൈപ്പർബോളയാണ്? എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നോക്കാം, 0 പ്ലസ് ഓർ മൈനസ് സി ആണെങ്കിൽ എന്താണ്? വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് അല്ലെ? ഇനി നമുക്ക് സി അറിയാം, ബി അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാനായിട്ട് ഈ 3 പേരും വരുന്ന ഇക്വേഷൻ നമുക്കറിയാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 169 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 144. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 25, എ ഈസ് ഈക്വൽ ടു 5 അല്ലെ? ഇനി എന്താ വേണ്ടേ? ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വേണം. അപ്പൊ എന്ത് ചെയ്യാം? y സ്ക്വയർ ബൈ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 144 ഈക്വൽ ടു 1. ക്ലിയർ? ഓക്കെ, പിന്നെ ഇതേപോലത്തെ ഇതൊക്കെ നോർമൽ അറിയുന്നതല്ലേ. ഡയറക്റ്റ് ഇക്വേഷൻ നോക്കുക, കോർഡിനേറ്റ്സും ഫോഴ്സയും കാര്യങ്ങളൊക്കെ അല്ലെ. ഇത് ഇക്വേഷൻ നോക്കുക, എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഇക്വൽ ടു 1 എന്ന് പറയുന്ന എന്താണ് ഹൈപ്പർബോളയാണ്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ആ ടേബിൾ, ആ ഇക്വേഷന്റെ എന്ന ഇക്വേഷനോട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ഒന്ന് ചെയ്യണം. നോർമൽ കേസ്, സെൻട്രൽ റേഡിയസ് കണ്ടുപിടിക്കുന്ന നോർമൽ കേസ്. Equation of the circle with the center at the origin and the radius r എന്താ? x square plus y square equal to r square അല്ലെ? ഇനി അടുത്തത് നോക്കി, ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ പണി എടുത്ത പോലെ അധികം വേർക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കിട്ടും. എന്താ ഇത്? ഏത് ഫോർമാറ്റാണ് എടുക്കുന്നത്? One second. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഏത് ഇക്വേഷൻ ആണിത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 അല്ലെ? അപ്പൊ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x മൈനസ് 10y മൈനസ് 8 ഈക്വൽ ടു 0 അല്ലെ? ഇതാണ് ഇക്വേഷൻ. ഇവിടെ കമ്പയർ ചെയ്താൽ നമുക്ക് 2g is equal to 8 എന്ന് കിട്ടും. That means g is equal to 4 അല്ലെ? പിന്നെന്താ? 2f equal to negative 10, that is f is equal to negative 5. പിന്നെ എന്താണുള്ളത്? c is negative 8. ഇത്രയും ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ജി നെഗറ്റീവ് എഫ് ആണ്. നമുക്ക് -4, 5 എന്ന് പറയുന്ന സെന്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ജി എഫ് മാർക്ക് കൂടി കണക്ട് ചെയ്യുന്ന റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എന്താ? ഇക്വേഷൻ എന്താ? h സ്ക്വയർ പ്ലസ് a സ്ക്വയർ
അല്ലെങ്കിൽ ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എച്ച് കെ കളയാം. സോ എന്ത് വന്നു? ആർ ഈസ് ഈക്വൽ ടു 16 പ്ലസ് 25 മൈനസ് സി ഈസ് മൈനസ് 8. എല്ലാം കൂടെ ആഡ് ചെയ്യാം. 16, 25, 8 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 49. റൂട്ട് 49, that is 7. R is equal to radius equal to 7 എന്ന് കിട്ടും. ക്ലിയർ? വൈകാസുബിൻ കിട്ടുന്നുണ്ടോ? എന്തോ നോക്കിയതാണ്. പിന്നെ സെൽവകുമാർ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ആരാ? ഗുരുഷാനന്ദ് എന്താണ് കിട്ടുന്നുണ്ടോ? യെസ്, ഓക്കെ ആണല്ലേ. ഓക്കെ, പിന്നെ ഈ ഒരു ഫോർമാറ്റിൽ ഏതൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിലും നമ്മൾ എന്താ ഈക്വൽ ടു 1 ആണ്. സോ ഈക്വൽ ടു 1 അല്ലെങ്കിൽ അതിനെ ഈക്വൽ ടു 1 ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക. കണ്ടോ, അവിടെ എന്താ 36 ആണ് എടുക്കുന്നത്. അപ്പോൾ 36 അവിടെ 1 ആവണം ഓൾവേസ് അല്ലെ, സ്റ്റാൻഡേർഡ് ഫോം അങ്ങനെയാണ്. അപ്പോൾ 1 ആവാനായിട്ട് എന്ത് ചെയ്യുക? എൻ്റെ ഇക്വേഷനെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സിമ്പിൾ ആണ്. പിന്നെന്താ, പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഫിഗേഴ്സ് ഒന്ന് എന്താണ് ഈ പറയുന്ന ലാറ്റിസ് റെക്ടം എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു ഫിഗർ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ആ ഫിഗറിലെ ഈ ഒരു സാധനമാണ് ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം നമുക്ക് അറിയണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇത് മൊത്തം ഇതൊരു എലിപ്സ് ആണ്. ഈ എലിപ്സിന്റെ പിന്നെ ഹൊറിസോണ്ടൽ എലിപ്സില് ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫിൽ കൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, 2b²/a ആണ് അല്ലെ. സോ ഇങ്ങനെ എന്തെങ്കിലും ഫിഗർ തരുവാണെങ്കിൽ ഇതാണെന്ന് മനസ്സിലാക്കുക. അന്നേരം നമുക്ക് അവിടെ എന്തെങ്കിലും ലെങ്ത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ത്രൂ എയോ ബിയോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫിഗർ നല്ല പോലെ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മാപ്പ് പോലെ മൈൻഡിൽ ഉണ്ടാവണം. ക്ലിയർ? ഫിഗേഴ്സ് പിന്നെ അതുപോലെ കോൺജുഗേറ്റ് ആക്സിസ് ആണെങ്കിലോ എല്ലാ കാര്യങ്ങളാണെങ്കിലും. പാരാബോളയിലാണെങ്കിൽ ഇതായിരിക്കും ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം വരുന്നത്. ആ ഒരു ലെങ്ത് 4/8. ഓക്കെ, സോ ഇനി ഏതെങ്കിലും ഏരിയാസിൽ ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്റർ? ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണോ? നോക്കി, കൺസിഡർ ദി ഫോളോയിങ് സർക്കിൾ. ഇതാണ് റൈറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. എന്ത് വരും? ഇയാളുടെ സെന്റർ എന്ത് വരും? യെസ്, 2,2 ആയിട്ട് വരും അല്ലെ. പിന്നെന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കണം. എന്ത് വന്നു? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്താ വരാ? x minus h equal to r square അല്ലെ. സോ x minus h whole square plus y minus k
ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. Okay, so x square minus 4x plus y square minus 4a plus 0. Clear? Okay. Clear ആയോ? ഇനി വേറെ ഫിഗറുകൾ വെച്ച് നോക്കാം. കൺസിഡർ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോഴ്സ്. ഫോഴ്സയുടെ കോർഡിനേറ്റ്സ്, ദാറ്റ് മീൻസ് എ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെയാണ് ഒരു എലിപ്സ് എങ്കിൽ അതിന്റെ ഫോഴ്സ് എന്തായിരിക്കും? ഓൾവേസ് പ്ലസ് ഓർ മൈനസ് 3,0 അല്ലെ. ഇങ്ങനെയായിരിക്കും ഫോഴ്സ് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 3,0 എന്നായിരിക്കും അല്ലെ. ഈ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 ആണ്. എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 1. അതിൽ നിന്ന് എ എന്ന് പറയുന്നത് 5 എന്നും ബി എന്ന് പറയുന്നത് 3 എന്നും കിട്ടി. ക്ലിയർ? ഇനി എന്തൊക്കെയാ വേണ്ടേ? ഡയറക്റ്റ് നമുക്ക് കോർഡിനേറ്റ് ഓഫ് ദി ഫോഴ്സ് എഴുതാം അല്ലെ. എന്താ? പ്ലസ് ഓർ മൈനസ് c square equal to a square minus b square. C is equal to root of 25 minus 9 അല്ലെ. C എന്ത് കിട്ടി? 4 പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്തായി? ഫോഴ്സ് is equal to plus or minus 4,0. C is equal to plus or minus 4,0 എന്ന് കിട്ടി അല്ലെ. ഇനി എന്താ? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ എ നെഗറ്റീവ് ആയിരിക്കും. സോ -4. ബി എന്ന് പറഞ്ഞാൽ +4 ആയിരിക്കും. ഇനി ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ സൈഡുകൾ നമുക്കറിയണം അല്ലെ. ഇപ്പൊ എ ബി -4 നിന്ന് 4ലേക്കുള്ള ദൂരം. ഇപ്പൊ എ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 8 അല്ലെ. എ ബി എന്ന് പറഞ്ഞാൽ 8 ആണ് കിട്ടി മൊത്തം. ഇനി ഞാൻ പറഞ്ഞു ബി സി എന്താ അവിടെ വരാം? ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്റ്റം ആണ്. ഫുള്ള് ബി സി അല്ല ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്റ്റം. അതെന്താ? ബി സി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്റ്റം ആണ്. ബി സി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം ആണ്. സോ 1/2 ഇൻറ്റു ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്റ്റം എന്താ അവിടെ? 2b square by a. 2b square by a. അപ്പൊ ദാ 1/2 ഇൻറ്റു 2b square. 2b square by a. 9/5 എന്ന് കിട്ടി അല്ലെ. എന്താണ്? ആരെ? ബി സി 9/5 എന്ന് കിട്ടി. 9/5. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി സി പെർപെൻഡിക്കുലർ ലൈൻ ആയത് കാരണം നമുക്ക് ഇതെന്താ? റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എ സി കണ്ടുപിടിക്കുക. 8 സ്ക്വയർ എ സി എന്ന് പറയുന്നത് എന്ത് വന്നു? 8 സ്ക്വയർ
പ്ലസ് 9/5 ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പൊ അത് ചെയ്ത് നോക്കാം, എന്ത് കിട്ടും? ബൈ 20 ചെയ്ത് നോക്ക്. ഓക്കെ, അത് ചെയ്ത് നോക്കാം. നോർമൽ ന്യൂമറിക്കൽസ് അല്ലേ, അത് ചെയ്ത് നോക്കാം. പിന്നെന്താണ്, പിന്നെ ഏത് കൈൻഡ് ഓഫ് പ്രോബ്ലം നമുക്ക് ഫിഗർ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? The equation of the parabola given in the figure y square equal to 8x. y square equal to 8x എന്ന് പറയുന്ന ഒരു പാരാബോളയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? Find the focus S and length of the lattice rectum L dash of the parabola. L dash എന്ന് പറയുന്ന ഒരു ലൈൻ കണ്ടുപിടിക്കണം. L dash എന്ന് പറയുന്ന ലൈൻ. ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ കണ്ടുപിടിക്കണം. ഫോക്കസ് എസ് കണ്ടുപിടിക്കണം അല്ലെ, കണ്ടുപിടിക്കാം. സോ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് ഈ പറയുന്ന ഹൈപ്പർബോളയുടെ പാരാബോളയുടെ ഇക്വേഷൻ അല്ലെ. സോ വൈ സ്ക്വയർ ഈക്വൽ ടു 8x എന്നാണെങ്കിൽ 4a ഈക്വൽ ടു 8, അതായത് a ഈസ് 2. 4a is equal to 8. That means a is equal to 2 എന്ന് കിട്ടി അല്ലെ. ഇനി എന്ത് ഡാറ്റ നമുക്ക് വേണ്ടേ? A2 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ L ഡാഷ് കണ്ടുപിടിക്കാം അല്ലെ. L ഡാഷ് എന്താ? ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം ആണ്, ദാറ്റ് ഈസ് 4a. സോ 4 into 2 which is 8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ലാറ്റിസ് റെക്ടം L ഡാഷ് ഓഫ് ദി പാരാബോള ഈസ് എ കോഡ് ടു ദി സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ അല്ലെ. ഈ പറയുന്ന L ഡാഷ് ഒരു എന്താണ് പറയുന്നത്, ലൈൻ ആൻഡ് റൈറ്റ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്താണ് അല്ലെ? L ഡാഷ് എന്താ? അത് ലാറ്റിസ് റെക്ടം ആണ്, ഈസ് കോഡ് ടു ദി സർക്കിൾ അല്ലെ. ഒരു കോഡാണ് അല്ലെ. ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏതോ രണ്ട് പോയിന്റുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് L ഡാഷ്. അതൊരു കോഡാണ്. ഓക്കെ, ശരി. പിന്നെ എന്താ വെച്ചാൽ സെന്റർഡ് അറ്റ് ദി ഒറിജിൻ. ഈ സർക്കിൾ എവിടെയാ? ഇതിന്റെ ഒറിജിൻ മീൻ സെന്റർ എവിടെയാണ് എടുക്കുന്നത്? ഒറിജിനിലാണ്. സർക്കിളിലെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിനിലാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സർക്കിൾ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലെ. നമുക്ക് അതിന് മുൻപ് എന്ത് വേണം? ഈ സർക്കിളിന്റെ റേഡിയസ് അറിയണം. റേഡിയസ് അറിയണം. ലൈക്ക് എൽ എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. എൽ എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയണം. എൽ എന്ന് പറഞ്ഞാൽ എന്താ? A, 2a ആണ് അല്ലെ. എൽ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? A, 2a ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 2, 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ SL എന്ന് പറയുന്ന ലെങ്ത് എന്താ? 4a ആണെങ്കിൽ ഇതെന്താ? 2a ആയിരിക്കും അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി? 2a എന്ന് കിട്ടി. ഫോർ എന്ന് കിട്ടി അല്ലെ. പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട്, റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇത് 4 ആണ്, ഇത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 16 പ്ലസ് O എന്ന് വിളിക്കുകയാണ് അല്ലെ. അപ്പോ ഈ ഒരു ട്രയാങ്കിള്
ട്രയാങ്കിൾ ഒ എൽ എസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒ എൽ സ്ക്വയർ ഈക്വൽ ടു എന്താ ഒ എസ് സ്ക്വയർ പ്ലസ് എസ് എൽ സ്ക്വയർ ആണ്. അതായത് ഒ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഒ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 പ്ലസ് 4 ആണ്. ഒ എൽ ഈക്വൽ ടു റൂട്ട് 20. ഒ എൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 20 എന്ന് കിട്ടി അല്ലെ. റൂട്ട് 20 ആണെങ്കിൽ നമുക്ക് എന്തായി സർക്കിളിന്റെ റേഡിയസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആർ ഈസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു റൂട്ട് 20 എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സെന്റർ എന്താ? എച്ച് കെ എന്താ? 0 0 ആണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 20 ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് 20. ഓക്കെ, ഇങ്ങനത്തെ ഫിഗേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അത് ഇതുപോലെ സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും കേട്ടോ. പിന്നെ 3D വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. കുറച്ച് എന്താണ് പറയുന്നത്, ഈ ഒരു പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്, എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്, സെഡ് ആക്സിസ് ആണ്. എക്സ് വൈ പ്ലെയിനിലെ പ്രത്യേകത എന്താണ്? എക്സ് വൈ പ്ലെയിനില് സെഡ് ഉണ്ടാവില്ല, സെഡ് 0 ആയിരിക്കും. അങ്ങനെ ഇപ്പോ വൈ സെഡ് പ്ലെയിനിലാണെങ്കിൽ എന്താ? എക്സ് അവിടെ ഇല്ല, ദാറ്റ് മീൻസ് എക്സ് അവിടെ 0 ആയിരിക്കും. ബാക്കി 2 ആൾക്കാരുണ്ട് അല്ലെ. പിന്നെ ഈ ഒക്ടന്റുകൾ, കോർഡിനേറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഒക്ടന്റ് ടേബിൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതില് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് പി ഓഫ് എ ബി സി ഫ്രം ദി വൈ ആക്സിസ് എന്തായിരിക്കും? ഇതൊന്ന് പറഞ്ഞേ. വളരെ ഈസിയാണ്. എ ബി സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലോട്ട്, വൈ ആക്സിസിലെ പ്രത്യേകത എന്താണ് അത് ആദ്യം അറിയണം. വൈ ആക്സിസില് എന്തായിരിക്കും ബാക്കി നമ്മുടെ പോയിന്റുകൾ എക്സും സെഡും ഒക്കെ എന്തായിരിക്കും അവിടെ വൈ ആക്സിസിൽ? ഓപ്ഷൻ ഡി. യെസ്, കിട്ടിയോ? കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഐശ്വര്യ എന്ന ഫുൾ ഫോമിലാണോ? തൂത്തുവായിരിക്കാണോ മാത്സ്? അല്ല സാർ, കൈ അറിയാതെ കിട്ടിയതാണ്. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എക്സാം സിമ്പിൾ ആയിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി അല്ലെ. എന്താ? നമുക്കറിയാം വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? 0, വൈ 0 ആണ്. പിന്നെന്താ? നാളെ ലൈവ് ആണോ? നാളെ ലൈവ് സർപ്രൈസ്. അതിന്റെ ഇടയ്ക്ക് ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ശരി, ഈസി. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുക.
സോ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ആണ് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഷോ ദാറ്റ് ദി പോയിന്റ്സ് ആർ കൊളീനിയർ അല്ലെ? കൊളീനിയർ പോയിന്റ്സ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. എന്താണ് വാട്ട് ഡസ് മീൻ ബൈ കൊളീനിയർ പോയിന്റ്സ്? പോയിന്റ്സ് വിച്ച് ആർ ലൈങ് ഓൺ ദി സെയിം ലൈൻ അല്ലെ? എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റുകളാണെങ്കിൽ അല്ലെ, നമുക്കറിയാം എന്താണ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണെന്ന് അറിയാം അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് നെഗറ്റീവ് 2 3 5 ഇതാണ് അല്ലെ? ഇപ്പൊ എന്ത് ചെയ്യാം? എ ബി കണ്ടുപിടിക്കുക യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ബി സി കണ്ടുപിടിക്കുക യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. പിന്നെ എന്ത് ചെയ്യാം? എന്നിട്ട് അതോടെ മാറ്റി വയ്ക്കുക. എ സി കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ ഏതെങ്കിലും, ഇതിപ്പോ ഞാൻ ഒരു റഫ് ഫിഗർ വരച്ചാണ്, ഇങ്ങനെ തന്നെയാണെന്നല്ല. അപ്പൊ ഏതെങ്കിലും രണ്ട് ഡിസ്റ്റൻസുകളുടെ സമ്മ് മൂന്നാമത്തെ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കൊളീനിയർ ആണെന്ന് പറയാം. ഇത് ഷോ ദാറ്റ് ആണ്. ഇത് ഓൾറെഡി കൊളീനിയർ ആണ്. ഇത് കൊളീനിയർ അല്ലാന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ തെറ്റാന്നൊക്കെ. ഓക്കെ, എ ബി പ്ലസ് ഡി സി ഇസ് ഈക്വൽ ടു എ സി. ഏതെങ്കിലും രണ്ട് ഡിസ്റ്റൻസുകളുടെ സമ്മ് മൂന്നാമത്തെ സമ്മായിട്ട് വരണം. ക്ലിയർ? ഓക്കെ, അപ്പൊ കൊളീനിയർ ആണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ. ഇനി അടുത്ത വർഷം കൊളീനിയർ ആണോ എന്ന് ചോദിച്ചാൽ എന്താ? അതൊക്കെ വേറെ മെത്തേഡ് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കല, ആരും പേടിക്കും. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ് ദാ. ശരിയാ, ശരി. ഞാൻ നാളെയും കൂടി ഉള്ളൂ. ഇനി എന്റെ ശല്യമില്ല നിങ്ങക്ക്. എൻജോയ്. നാളെ എനിക്ക് ഫീഡ്ബാക്സ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇന്ന് ഐ ലെഫ്റ്റ് ആയത്. ഐ നീഡ് ടു നോ സംതിങ്. സോ ദാ ഇത് നോക്കിയേ. വെരിഫൈ ദി vertices of an isosceles triangle. സോ എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? എന്താണ്? അതൊക്കെ മറന്നുപോയി നോക്കി അല്ലേ? അതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അതാണ് മാത്സ് എന്ന് വിചാരിച്ച് ഞാൻ മാത്സ് പഠിക്കാറില്ല. ഓക്കെ, എന്താണ്? ഇതാണ് നമ്മുടെ ട്രയാങ്കിള് എ ബി സി അല്ലെ? എ സി എന്തായിരിക്കണം? വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ആയിരിക്കണം. എനിക്കറിയാം അല്ലെ? അപ്പോ ഏതെങ്കിലും പറയുന്ന പോലെ മൂന്ന്, ഇപ്പോ എ ബി സി എന്ന് പറയുന്ന എന്താണ്? എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണെന്ന് വിചാരിക്കുക. എ ബിയും ബി സിയും എ സിയും കണ്ടുപിടിക്കുക. അപ്പൊ ഏതെങ്കിലും രണ്ട് സൈഡുകള് ഈക്വൽ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The vertices of the triangle are 5, 4, 6 of A, B of 191, 3 and C of 4, 3, 2. The internal bisector of angle A meets BC at D. Find the coordinates of the D and length AD. Okay. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട. അത്
ബൈസെക്ടർ തിയറമാണ് ഇത് വേണ്ടത്. ഓക്കെ, പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സെൻട്രോയിഡ്, സെൻട്രോയിഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രോയിഡ് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സെൻട്രോയിഡ് എന്താ? സെൻട്രോയിഡിന്റെ ഇക്വേഷൻ എന്താ? x1 പ്ലസ് x2 പ്ലസ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, സോ നമുക്ക് 3 PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ വേർട്ടീസസ് ആണ് P of 2A 26 Q തന്നിട്ടുണ്ട്, R എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ABC കണ്ടുപിടിക്കണം. സോ ആദ്യ ഇക്വേഷൻ ഇതാ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ, ഒറിജിൻ ആണെന്നും പറയുന്നുണ്ട് സെൻട്രോയിഡ് അല്ലെ. അപ്പൊ ഈസി ആയ കാര്യങ്ങൾ. y1 plus y2 plus y3 by 3 x1 sorry z1 plus z2 plus z3 by 3 which is 0 0 0 ഒറിജിൻ ആണെന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2a plus -4 plus 8 by 3 comma 2 plus 3b plus 14 by 3 6 plus -10 plus 2c by 3 equal to 0 0 0 ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. 2a plus 4 by 3 equal to 0 ആണെങ്കിൽ 2a plus 4 is 0, 2a is -4, a is -2. a എന്ത് കിട്ടി? -2 എന്ന് കിട്ടി അല്ലെ. ഇനി എന്താ? അങ്ങനെ ഓരോ പോയിന്റുകൾ കണ്ടുപിടിക്കാം. ബി ആണെങ്കിൽ എന്താ? ബി നമുക്കിവിടെ 3b plus 16 by 3 equal to 0, 3b equal to -16, b equal to -16 by 3 അല്ലെ. ഇനി സി ആണെങ്കിലോ 2c minus 4 by 3 equal to 0, 2c equal to 4, c equal to 2. ABC എന്ന് പറയുന്ന 3 വാല്യൂസും കണ്ടുപിടിച്ചു. Find the length of the side PQ of triangle PQR അല്ലെ. അപ്പോ അതെങ്ങനെ കണ്ടുപിടിക്കും? PQ, പിയും ക്യൂവും കിട്ടിയല്ലോ. പി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? അവിടെ പി എന്ന് പറയുന്നത് 2a 26, അതായത് എന്താണ് 82. അപ്പൊ -4 26ഉം പിന്നെ ആരാ? ക്യൂ. ക്യൂ എന്താ? -4 3b. 3b എന്ന് പറഞ്ഞാൽ എന്താ? -3 into -16 by 3. 3 3 ക്യാൻസൽ, -16. ഇനി അടുത്ത ആള് എന്തോന്നാ? -10. ഈ രണ്ട് പോയിന്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് പി ക്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ? അങ്ങനെ പിന്നെ അതേപോലെ എന്താണ് ഒക്ടന്റ്, ഒക്ടന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് പ്ലസ് മൈനസ് പ്ലസ് വെച്ചിട്ട് ഒക്ടന്റ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ എന്താ? ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സ്ക്വയർ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ, ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സ്ക്വയറിന്റെ സം എന്താവണം? മൂന്നാമത്തെ ആളുടെ സ്ക്വയർ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ പാരലോഗ്രാം, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ പറയുന്നുണ്ട്. പാരലോഗ്രാം ആണെങ്കിൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് 4 സൈഡുകളും 4 പോസിബിൾ പെയേഴ്സും കണ്ടുപിടിക്കുക. ഏതെങ്കിലും രണ്ടാൾക്കാർ സിമിലർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് അതൊരു പാരലോഗ്രാം ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഐസോസിലസ്, പാരലോഗ്രാം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഈക്വലാറ്ററൽ ട്രയാംഗിൾ, പറഞ്ഞ ഐസോസിലസ് ട്രയാംഗിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണോ അല്ലെ ഒന്ന് പ്രൂവ് ചെയ്യാൻ, കൊളീനിയർ ആണോ ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സെൻട്രോയിഡ്, പിന്നെന്താണ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. പിന്നെ ഇക്വിഡിസ്റ്റൻസ് അറിയാലോ.
രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടാവും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് അറിയില്ല. മൂന്നാമത്തെ പോയിന്റ് സപ്പോസ് XYZ ആണെന്ന് വിചാരിക്കുക അല്ലെ. ഒരു പോയിന്റ് ഇതാണ്, വേറെ രണ്ട് പോയിന്റ് ഇതാണ്, 1 2 3 PQR എന്നായിരിക്കും. R എന്താ 3 2 -1 ആണ് അല്ലെ. ഇങ്ങനെയാണെങ്കിൽ എന്താ ഇത് കണ്ടുപിടിക്കുക. PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, PR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടുപേരും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ദി ലൈൻസ് കിട്ടും. ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? രണ്ടും ഇക്വി ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുക? എക്സ് സ്ക്വയറുകളും വൈ സ്ക്വയറുകളൊക്കെ ക്യാൻസൽ ആയി പോകും. കാരണം അത് രണ്ടും ഈക്വൽ ടു അപ്പുറം സെയിം ആണല്ലോ, സെയിം സൈൻ ആണല്ലോ. അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് എക്സും വൈയും കുറച്ച് കോൺസ്റ്റന്റും ആയിട്ടോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇക്വേഷൻ ആയിരിക്കും കിട്ടാൻ പോകും. ക്ലിയർ? അപ്പൊ ഈ 3 ചാപ്റ്റർ നിങ്ങൾക്ക് ഓവറോൾ സെറ്റ് ആയില്ലേ? 3 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻസ് നിങ്ങൾ നല്ലപോലെ തറവായിട്ട് പഠിക്കുക. ബാക്കി നിങ്ങളുടെ കയ്യിൽ വരും, റെഡിയാവും. ഓക്കെ, സോ ഈ 3 ചാപ്റ്റേഴ്സ് ക്ലിയർ. അപ്പൊ ഞാൻ നാളെ എന്തുകൊണ്ടാണ് ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് തീർത്തതെന്ന് അറിയോ? അതായത് നാളെ ചാപ്റ്റർ 12 നിങ്ങളുടെ ലിമിറ്റും പിന്നെന്താ പ്രോബബിലിറ്റിയും സ്റ്റാറ്റിയും, ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ലിമിറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നാളേക്ക് വെറും 3 ചാപ്റ്റർ ആക്കി വെച്ചത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, 3 ചാപ്റ്റേഴ്സ് നല്ലപോലെ വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, അതിൽ ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിലെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഏതാ? പ്രൊഡക്റ്റ് റൂൾ ആണെങ്കിലും കോഷ്യന്റ് റൂൾ ആണെങ്കിലും അതേപോലെ എന്താണ് ലിമിറ്റിന്റെ അത് ഇതൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, പേടിക്കണ്ട. ഓക്കെ, അപ്പോ ഇത്രയും ചാപ്റ്റേഴ്സ് 1 മുതൽ 11 ചാപ്റ്റേഴ്സ് നമ്മള് ഈ 3 ദിവസം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയിട്ട്, ഇപ്പോ ഞാൻ ഈ ക്ലാസ് അല്ലാതെ നിങ്ങൾ വീട്ടിലിരുന്ന ഫ്രീ ടൈമിലൊക്കെ നോക്കുമ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? കാരണം എനിക്ക് ഇവിടെ ആരും ഡൗട്ട്സ് ചോദിക്കണം കാണാറില്ല. ഞാൻ ആദ്യമായിട്ടാ ഒരു ഡൗട്ട് ഇല്ലാത്ത പിള്ളേരെ കാണുന്നത് ഒരു ബാച്ചില്. പണ്ഡിതരാണോ നിങ്ങൾ എല്ലാവരും? എന്റെ ഈശ്വര. റുമൈസ എന്തായി? എനിക്ക് തോന്നുന്നു റുമൈസ എന്താണ്, നിങ്ങളൊക്കെ ഇനി കുറച്ചു നേരം ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാണല്ലോ. റുമൈസ ഇനി എപ്പോഴാണ് പഠിക്കാതിരിക്കുന്നത്? അതിനു വേണ്ടി ഇരിക്കുകയാണ് നേരത്തെ ഉറങ്ങി. അല്ല സാർ, ഞാൻ എപ്പോഴും അങ്ങനെയാണോ? ഓക്കെ, സോ നമ്മൾ നാളെയും കൂടി ഉള്ളു. അപ്പൊ നാളെ എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊന്നും പറയാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വർഷത്തെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക്? ഇഷ്ടമായി? എന്താണ് നിങ്ങൾക്ക് ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? ലെറ്റ്സ് കമ്മിങ് വിത്ത്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം, നിങ്ങളുടെ ഫേസ് ഒന്ന് കാണാനോ. ഓക്കെ, ഓൾറെഡി ഓൺ ആക്കി വെച്ചാൽ ഓക്കെ. ദേവപ്രിയ, എന്താണ് ദേവപ്രിയ, എന്താണ് ഇയാൾക്ക് മാത്സ്, എന്താണ് മാത്സ് ഇഷ്ടമായോ ഈ വർഷത്തെ? കുഴപ്പമില്ല, അതിങ്ങനെ പറഞ്ഞു. അവിടെ ഒന്നും തല്ലു, നിങ്ങളുടെ ഒരു കുഴപ്പമില്ല. പിന്നെന്താ ഒരു സാധനം കണ്ടില്ല, കുറച്ചുകൂടെ അതന്നെ. പറയും എങ്ങനെ ഉണ്ടായി? ഒരു 2 മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇതല്ല എന്റെ ചോദ്യം. ഇതല്ല. ഓ മൈ ഗോഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, സാഡായി ഫസ്റ്റ്. ഇനി അടുത്തത് വേറെ ആർക്കാണ് വേദിയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളത്? ജോയൽ, റോട്രിക്സ്, ഏഞ്ചൽ, സെൽവകുമാർ, സംഗീത്, ഹാദിയ, എല്ലാവർക്കും. ഐശ്വര്യ, ദീപു.
തള്ളണ്ട, കമന്റിൽ അധികം തള്ളണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. കമന്റ് പോരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വലിയ അർത്ഥം. ജോയൽ, ഹലോ ഹായ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി ഈ വർഷത്തെ മാത്സ് ക്ലാസ്? ഓക്കെ ഓക്കെ ഓക്കെ. ഐശ്വര്യ, എങ്ങനെയുണ്ടായിരുന്നു? ഓ ഓ, അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായില്ല? ഏ, ഇപ്പോ അത്യാവശ്യം കോൺഫിഡന്റ് ആയി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ സംഗീതത്തിന് എങ്ങനെയാണ്, ഇഷ്ടമായോ മാത്സ് ക്ലാസ്? സംഗീതം ഈ അടുത്ത വന്നേന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടമായി? കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ. ഓക്കെ, സോ പഠിക്കുക, വേറെ എനിക്കൊന്നും പറയാനില്ല. മാക്സിമം ഇനി നാളെയും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ നല്ല പോലെ മാക്സിമം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. റുമേസിക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞില്ല, ജസ്റ്റ് ഓൺലി ഇമോജീസ് അല്ലേ? അപ്പൊ ഇമോജി വന്നു അവിടെ. ഓ ഓ, ഹാങ് ആയതാണ്. ഓക്കെ 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 ഓക്കെ, അത് നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഓർക്കത്തില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ആ, ഭാനുമതി എന്തായി? സ്കൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞോ മാത്സ്? കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കുറെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത വർഷമാണെങ്കിലും ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും നല്ല കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുക, റെഡി ആവാ. ഓക്കെ. അടുത്ത വർഷം ഉണ്ടാവോ? ഉണ്ടാവില്ല, പേടിക്കണ്ട. ഏഹ്, ഓക്കെ. സോ വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഏറ്റവും ആണോ? ആണോ ഐശ്വര്യ? താങ്ക് യു താങ്ക് യു. താങ്ക്സ് ഫോർ. ഓക്കെ ഓക്കെ ഓക്കെ. ഹെയർ സീക്രട്ട് എന്താണ്? എടാ എന്തെന്നാ കുറച്ചും കൂടി ഉള്ളൂ. ഒന്നുമില്ല, കുളിക്കുക എല്ലാ ദിവസവും രാത്രി കുളിക്കത്തുള്ളൂ. ഓക്കെ, സോ താങ്ക് യു കേട്ടോ, ബൈ.